ഇന്നൊരു സെലിബ്രിറ്റി വെഡ്ഡിങ് വീഡിയോ ആണ്. വേറെ ആരുടെ അല്ല, നിങ്ങൾ ഒരുപാട് ഷോർട്സും നമ്മളുടെ റീൽസും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കാണും. ആര്യ പാർവതിയുടെ വെഡ്ഡിങ്. അതെ, ആര്യ പാർവതിയുടെ വെഡ്ഡിങ്ങിനുള്ള ജ്വല്ലറീസ് നമ്മളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു ജ്വല്ലറിയും ലുക്കും ഒക്കെ ആയിരുന്നു നമ്മളുടെ പേജിന്. അപ്പം അതിൻ്റെ കല്യാണത്തിന് നമ്മൾ പോയപ്പോൾ ഉള്ള ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ മാക്സിമം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഇതിനകത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഓഡിറ്റോറിയത്തിൽ വന്ന് ഫസ്റ്റ് ആളിനെ കാണാൻ പോകുന്ന ഒരു സീനാണ്. ഒരു ട്രഡീഷണൽ വൈബ് തരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഈ ഒരു കല്യാണ സ്ഥലം എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടിരുന്നൊരു ലുക്കാണ്. എന്തായിരിക്കും ഔട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഡോറ് തുറന്ന ആളിനെ കണ്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. പിന്നെ ജ്വല്ലറീസ് 2-3 പീസും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയത് എക്സ്പെക്റ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഇത് മാത്രമാണ് ആൾ ഭയങ്കര മിനിമലായിട്ടാണ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത് കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മൾ വരാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷോപ്പിൽ വന്ന സമയത്തും ചേച്ചി എന്തായാലും വെഡ്ഡിങ്ങിന് വരണേന്ന് എന്നോട് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോകുമെന്ന് ഞാനും ഉറപ്പിച്ചിരുന്നൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതിന് നമ്മൾ എത്തുന്നതിന് കുറച്ച് മുന്നേ വരെ ആൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എവിടായി? ആ ഒരു തിരക്കിനിടയിലും ആ ഒരു വെഡ്ഡിങ് ടൈമിൽ നമ്മളെ വിളിച്ച് തിരക്കാൻ നമ്മൾ എത്തിയോ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ആൾ. നമ്മളെല്ലാവരും മാക്സിമം ആളിനെ കൂളാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേരാണ് ആര്യയുടെ കൂട്ടത്തിൽ റൂമിൽ അവിടെ ഉണ്ടായിരുന്നത്. അതെ അതെ, എന്താണ് ടെൻഷൻ എടുത്തിരിക്കുന്നത്? ഒരു ടെൻഷനുമില്ല. ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മാക്സിമം കൂൾ ഡൗൺ ചെയ്യാൻ നോക്കിയിട്ടും കൂളാവാത്ത ഒരാളാണ് കേട്ടോ. ആര്യക്ക് ഇത്രയും ടെൻഷൻ വരുമെന്ന് നമ്മൾ ഒട്ടും വിചാരിക്കുന്നില്ല. കാരണം സ്റ്റേജിലൊക്കെ കയറിയിട്ടും എല്ലാ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടും നല്ല പരിചയമുള്ള ആളല്ലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എത്രയൊക്കെ എക്സ്പേർട്ടാന്ന് പറഞ്ഞാലും വെഡ്ഡിങ് ഡേയിൽ എല്ലാവർക്കും ഒരു ടെൻഷൻ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ക്ലോസ് ലുക്കാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റും. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ജ്വല്ലറി തന്നെയാണ് ആൾ ചൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു ലുക്കാണ് പിടിച്ചേക്കുന്നതും. അതുകൊണ്ട് തന്നെ ആൾ നല്ലതായിട്ട് ചേരുന്ന ഒരു പീസായിരുന്നു. പിന്നെ ആര്യ നേരത്തെ തന്നെ എല്ലാം ഒരുങ്ങി റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമാണ്. നിറയെ ദീപങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന ടൈമിൽ നിറച്ച് ഡാൻസും പാട്ടും ആ ഒരു രീതിയിൽ ഭയങ്കര രസമായിട്ടാണ് എൻട്രിയൊക്കെ വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് ഒരു കൂട്ടം എന്നാണല്ലോ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ, ചെറുക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനെ അകത്തോട്ട് കയറ്റുന്ന ആ ഒരു ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഒരു മണ്ഡപത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ആര്യയുടെ വരവിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു മൊമെൻ്റായിരുന്നു അത്. അതേപോലെ തന്നെ ഒരുപാട് മീഡിയ ടീംസ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഭയങ്കര രസമായിട്ട് ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും അല്ലേ. ഭയങ്കര രസമായിരുന്നു. ടോട്ടലി നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് തരുന്നൊരു അന്തരീക്ഷം. നോർമലി നമ്മൾ കാണുന്ന ഒരു ഓഡിറ്റോറിയം സെറ്റപ്പ് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീല് തോന്നും. ഒരു സ്പെഷ്യൽ എന്താ പറയുക, ഒരു ട്രഡീഷണൽ പക്ക ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ട്രഡീഷണൽ തീം ഫുള്ളി പിടിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സ്റ്റേജിലേക്ക് എൻട്രി വന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഫുള്ള് ആ ഒരു കല്യാണം, താലികെട്ട്, അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്.
ദാ ഈ ഒരു ലുക്ക് നോക്കിയാൽ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ആ ഒരു വരവും. അപ്പം ഇനി അങ്ങോട്ടുള്ളതിനകത്തിൽ താലികെട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അവിടെ ഞാൻ എക്സ്ട്രാ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, നിങ്ങളത് കണ്ട് തന്നെ ഫീൽ ചെയ്തോളൂ. അങ്ങനെ താലികെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. എല്ലാവരും പിന്നെ അതിൻ്റെ തിരക്കിൽ, സദ്യയുടെ തിരക്കിൽ അങ്ങനെയൊക്കെയായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു കല്യാണമായിരുന്നെന്ന് തന്നെ പറയാം നമുക്ക്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ആ ഒരു പുറത്തെ ഫീലൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സമയത്താണ് ദാ നമ്മുടെ ബ്ലഷ് വിത്ത് ആഷിനെ കണ്ടത്, ഐശ്വര്യ. അപ്പം ഐശ്വര്യനെ ഞാൻ അങ്ങനെ ഇതിന് മുന്നേ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വീഡിയോസ് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ. നമ്മളുടെ സംസാരത്തിലും ആൾ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി, ടേക്ക് കെയർ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് തന്നെ പറയാം. പിന്നെ ഞാനും ശ്രീയും ഒക്കെ കൂടായിട്ട് ഇനി ആര്യയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 പേരും കൂടെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറാൻ വെയിറ്റ് ചെയ്തത്. അവിടെ ഒരു ലോങ് വെയിറ്റിംഗ് ആയിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളും അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പയ്യെ കയറാമെന്ന് വിചാരിച്ചു. അതിനുശേഷമായിരുന്നു പിന്നെ നമ്മളെ സദ്യക്ക് പോയതും. പിന്നെ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം ഒത്തിരി പേരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റി നല്ലൊരു ഡേ ആയിരുന്നു. ആ ഒരു ഫുൾ ഡേ നമ്മൾ കല്യാണമായിട്ട് അങ്ങ് ആഘോഷിച്ചു. തിരിച്ച് നമ്മൾ ഈവനിങ് വീട്ടിലെത്തിയത്. അപ്പോൾ ഞാനും ശ്രീയും കൂടെ അടിച്ച് പൊളിച്ച ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെ കുറേയധികം സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ സ്റ്റേജിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഐശ്വര്യയാണ് നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. നല്ല നൈസായിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആര്യയുടെ കുഞ്ഞനുജത്തി പാലു സ്റ്റേജിലോട്ട് ഓടി കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് ലാസ്റ്റ് ഫോട്ടോ വീഡിയോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ തിരിച്ചിരിക്കുകയാണ്. ഇനി വീട്ടിലോട്ട് ഡയറക്റ്റ് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ.